നമസ്കാരം, പ്രവാസി മലയാളി പ്രസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ തന്നെ ഒരു മുന്നറിയിപ്പ് അലേർട്ട് നൽകുന്ന വലിയ ശബ്ദത്തിൽ സൈറൺ മുഴങ്ങാൻ പോവുകയാണെന്നൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഭയക്കേണ്ട ആവശ്യമില്ല, അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. ഒപ്പം വീണ്ടും ഷെയ്ഖ് ഹംദാൻ വീണ്ടും ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടുന്ന ഒരു കാഴ്ച, ലോകം കൈയടിക്കുന്ന കാഴ്ചയുണ്ടാകുന്നു. അതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കടക്കാം. ഔദ്യോഗിക മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നതിനുള്ള പരീക്ഷണ സൈറൺ ഇന്ന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൊബൈലുകളിൽ മുഴങ്ങുമെന്ന് സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് അറിയിച്ചു. തബൂക്ക്, റിയാദ്, ദിലം, അൽഖർജ്, ദറിയ, മക്ക പ്രവിശ്യയിലെ ജിദ്ദ, സോൽ എന്നിവിടങ്ങളിലാണ് ഉച്ചയ്ക്ക് 1 മണിക്ക് സൈറൺ മുഴങ്ങുക. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള ഔദ്യോഗിക മുന്നറിയിപ്പുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് ഇത്. ഇത് സംബന്ധിച്ച് സിവിൽ ഡിഫൻസ് മൊബൈലുകളിലേക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു. അപകടം നടക്കുന്നതിന് മുമ്പുള്ള മുന്നറിയിപ്പാണ് 1 മണിക്ക് ആദ്യ 1 മിനിറ്റിൽ കേൾക്കുക. ഇത് ഇടവിട്ടുള്ള ടോണായിരിക്കും. അപകടം നടക്കുമ്പോൾ തരംഗരൂപത്തിലും അപകടം അവസാനിച്ചാൽ നിർത്താതെയുള്ള ടോണുമാണ് പരീക്ഷിക്കുന്നതെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഇത് 1:10-നും 1:15-നുമായിരിക്കും കേൾക്കുക. മൊബൈലുകളിൽ ഗവൺമെന്റ് അലർട്ട് ഓപ്ഷൻ ഓൺ ആക്കിയാലാണ് സൈറൺ കേൾക്കാനാവുക. എന്തായാലും അത് എല്ലാവരും ഒന്ന് സൈറൺ ഓൺ ആക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയണമല്ലോ, എന്തെങ്കിലും ഒരു തരത്തിലൊരു അപകടം ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കുക എന്ന് നമുക്ക് അറിയേണ്ടതുണ്ടല്ലോ അതിനെക്കുറിച്ച്. അപ്പോൾ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആ സൈറൺ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരാം. മറ്റു വാർത്തയിലേക്ക് നോക്കുകയാണെങ്കിൽ DP വേൾഡ് അവതരിപ്പിക്കുന്ന ദുബായ് റൈഡിന്റെ 6ാമത് പതിപ്പ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് 2025-ന് ഞായറാഴ്ച രാവിലെ ഗംഭീരമായ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങൾ മുതൽ പരിചയസമ്പന്നരായ പ്രൊഫഷണലുകൾ വരെ ആയിരക്കണക്കിന് ഈ സൈക്ലിസ്റ്റുകൾ ഷെയ്ഖ് സായിദ് റോഡിനെ ചക്രങ്ങളുടെയും വർണ്ണങ്ങളുടെയും കടലാക്കി മാറ്റുകയായിരുന്നു. മനോഹരമായ 2 റൂട്ടുകളിലൂടെ റൈഡർമാർ യാത്ര തിരിച്ചപ്പോൾ പുഞ്ചിരികളും സെൽഫികളും കറങ്ങുന്ന ഗിയറുകളുടെ ശബ്ദവും തണുത്ത പ്രഭാത അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. കുടുംബങ്ങളും സാധാരണ സൈക്ലിസ്റ്റുകളും ഡൗൺ ടൗൺ ദുബായ് വഴിയുള്ള എളുപ്പത്തിലുള്ള 4 കിലോമീറ്റർ പരന്ന റൂട്ട് തിരഞ്ഞെടുത്തു. അതേസമയം കൂടുതൽ സാഹസികരായ സൈക്ലിസ്റ്റുകൾ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ, ദുബായ് വാട്ടർ കനാൽ, ബുർജ് ഖലീഫ തുടങ്ങിയ നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ് മാർക്കുകൾ കടന്ന് 12 കിലോമീറ്റർ ദൂരവും സഞ്ചരിച്ചു. എന്തായാലും അതൊരു റെക്കോർഡ് പോലെ എല്ലാവരും കാണുന്ന ഒന്ന് തന്നെയാണ്. അടുത്തതൊരു മരണ വാർത്തയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് കാസർഗോഡ് സ്വദേശി സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽഖോബാറിൽ മരിച്ചു. മഞ്ചേശ്വരം ഹോസങ്കടി സ്വദേശി കൊമ്മറ ഹൌസിൽ അക്ബർ മുഹമ്മദാണ് 53 വയസ്സായിരുന്നു മരിച്ചത്. 2 ആഴ്ച മുമ്പ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ താമസ സ്ഥലത്ത് വെച്ചാണ് ഇദ്ദേഹം മരിച്ചത്. 25 വർഷത്തിലേറെയായി അൽഖോബാറിൽ പുസ്തകശാല നടത്തിവരികയായിരുന്നു. മൃതദേഹം ഖത്തീവ് സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകുന്നതിന് തൽക്കാൽ സംവിധാനത്തിൽ പാസ്പോർട്ട് പുതുക്കുന്നതിനായി ഞായറാഴ്ച നേരിട്ട് റിയാദ് എംബസിയിൽ പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനിടയിലാണ് ഇദ്ദേഹം മരിച്ചത്. VFSൽ നിന്നും അപ്പോയിന്റ്മെന്റ് തീയതി ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാനാകാതെ നീണ്ടുപോവുകയായിരുന്നു. മുഹമ്മദ്, ഐഷാമ എന്നിവരാണ് മാതാപിതാക്കൾ. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നിയമ നടപടികൾക്ക് KMCC അൽഖോബാർ കമ്മിറ്റി പ്രസിഡന്റ് ഇക്ബാൽ ആനമങ്ങാട് നേതൃത്വം നൽകി വരുന്നു. അദ്ദേഹത്തിന് ജീവിച്ചിരുന്നപ്പോഴേ നാട്ടിൽ അവസാനമായി എത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് മൃതദേഹത്തിനും എത്താൻ കഴിയുന്നുണ്ടല്ലോ. UAE-യിലേക്ക് വിസിറ്റ് വിസയിൽ കുടുംബത്തെ കൊണ്ടുവരുന്നതിനുള്ള ശമ്പള പരിധി വ്യക്തത വരുത്തി അധികൃതർ. കുടുംബത്തെയും സുഹൃത്തുക്കളെയും UAE-യിലേക്ക് വിസിറ്റ് വിസയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്കുള്ള പ്രതിമാസ ശമ്പള മാനദണ്ഡം നേരത്തെ പ്രഖ്യാപിച്ചതാണ് UAE. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത നിലവിൽ വന്നിരിക്കുകയാണ്. ഇതനുസരിച്ച് മക്കളെയും മാതാപിതാക്കളെയും UAE-യിൽ സന്ദർശനത്തിന് കൊണ്ടുവരാൻ സ്പോൺസർ ചെയ്യുന്നയാൾക്ക് പ്രതിമാസം 4000 ദിർഹം ശമ്പളം ഉണ്ടായിരിക്കണം. സഹോദരങ്ങൾ, സ്വന്തം പേരക്കുട്ടികൾ, മുത്തച്ഛൻ, മുത്തശ്ശി എന്നിവരെയാണ് കൊണ്ടുവരുന്നത് എങ്കിൽ 8000 ദിർഹമാണ് ശമ്പളം ഉണ്ടായിരിക്കേണ്ടത്. അമ്മാവൻ, ആന്റി, കസിൻ എന്നിവർക്കും ഇതേ ശമ്പള പരിധിയാണ് ഉണ്ടാകുന്നത്. സുഹൃത്തുക്കളെ വിസിറ്റ് വിസയിൽ സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് 15000 ദിർഹം മാസ ശമ്പളം ഉണ്ടായിരിക്കണം. ബന്ധുക്കൾക്കുള്ള വിസിറ്റ് വിസയുടെ അപേക്ഷാ ഘട്ടത്തിൽ തന്നെ ബന്ധുത്വം തെളിയിക്കുന്ന രേഖകൾ നൽകണം. മടക്ക ടിക്കറ്റ്, 6 മാസം കാലാവധിയുള്ള പാസ്പോർട്ട് എന്നിവയും നിർബന്ധമാണ്. അടുത്തത് ഒരു നല്ല വാർത്തയാണ്. അതെ, തൊട്ടു മുമ്പിൽ ഷെയ്ഖ് മുഹമ്മദ്, ശ്രദ്ധിക്കാതെ നടന്നു നീങ്ങിയ സ്ത്രീ. ഭരണാധികാരിയുടെ പ്രവൃത്തിക്ക് കൈയടിച്ച സോഷ്യൽ മീഡിയ. എന്താണെന്ന് നോക്കാം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ എളിമയുടെയും പൊതുജനങ്ങളോടുള്ള പെരുമാറ്റവും തെളിയിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പൊതുജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഊഷ്മളമായ പെരുമാറ്റം കൊണ്ട് പലപ്പോഴും ശ്രദ്ധേയനാകാറുണ്ട്. ദുബായിലെ ഒരു മാളിലൂടെ ഷെയ്ഖ് മുഹമ്മദ് അകമ്പടി സംഘത്തോടൊപ്പം നടന്നു പോവുകയായിരുന്നു.
പൊതുസ്ഥലങ്ങളിൽ അദ്ദേഹത്തെ കാണുന്നത് സാധാരണമായതിനാൽ ആദരസൂചകമായി ആളുകൾ വഴിമാറി കൊടുക്കുന്നത് പതിവുമാണ്. എന്നാൽ ഈ വീഡിയോയിൽ ഭരണാധികാരിയാണ് മുന്നിൽ വരുന്നത് എന്ന് ശ്രദ്ധിക്കാതെ ഒരു സ്ത്രീ തന്റെ വഴിയിൽ നിന്ന് മുന്നോട്ട് നടന്നു കയറാൻ ശ്രമിച്ചു. ഒരു കടയിലേക്കോ മറ്റോ ശ്രദ്ധിച്ചിരുന്ന സ്ത്രീ തൊട്ടു മുമ്പിൽ UAE ഭരണാധികാരിയാണെന്ന് അറിഞ്ഞതേയില്ല. മാളിലെത്തിയ മറ്റൊരു സന്ദർശകൻ ചിത്രീകരിച്ച ഈ വീഡിയോയിൽ ഒരു കടയിലേക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് നോക്കി നടക്കുന്ന സ്ത്രീ ഭരണാധികാരി ഏതാനും അടി അകലെയായിരിക്കുമ്പോൾ തന്നെ അകമ്പടി സംഘത്തിന് കുറുകെ കടക്കാൻ ശ്രമിക്കുന്നു. ഇവരെ തടയാനോ വഴിയിൽ നിന്ന് മാറ്റാനോ ഷെയ്ഖ് മുഹമ്മദിന്റെ ജീവനക്കാർ ശ്രമിക്കുന്നതിനിടെ ഷെയ്ഖ് മുഹമ്മദ് അകമ്പടി സംഘത്തെ തന്റെ ഊന്നുവടി ഉപയോഗിച്ച് തടയുകയും സംഘാംഗങ്ങളോട് അവിടെ നിൽക്കാൻ ആംഗ്യം കാണിക്കുകയും ചെയ്തു. സ്ത്രീക്ക് തടസ്സമില്ലാതെ കടന്നുപോകാൻ അദ്ദേഹം അവസരം നൽകുകയായിരുന്നു. ആ സ്ത്രീ നടന്നുപോയ ശേഷം മാത്രമാണ് അദ്ദേഹം മുന്നോട്ടുള്ള നടത്തം പുനരാരംഭിച്ചത്. ഷെയ്ഖ് മുഹമ്മദിന്റെ പ്രവൃത്തിയെ പൗരന്മാരും താമസക്കാരും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രശംസിക്കുകയാണ്. ഇത്രയും വിനയവും ബഹുമാനവുമുള്ള നേതാക്കളുള്ള രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്നതിൽ അഭിമാനമുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയ്ക്ക് താഴെ ഒരാൾ കമന്റ് പങ്കുവച്ചത് ഇങ്ങനെയാണ്: ഈ വീഡിയോ ചരിത്രത്തിൽ മായാതെ കിടക്കുമെന്നും ഒരു രാജ്യത്തിന്റെ നേതാവ് അസാധാരണമായ മര്യാദ കാണിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് സല്യൂട്ട് സർ എന്നും മറ്റൊരാൾ കമന്റ് ചെയ്തു. ഷെയ്ഖ് മുഹമ്മദിന്റെ ഈ പ്രവൃത്തി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ദുബായിലെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ നേതൃത്വമാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ ഈ പ്രവൃത്തികൾ എന്നും പ്രതിഫലിപ്പിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയൊക്കെ കടന്നു പോകുന്ന വഴിയിൽ ഒരു 10 മിനിറ്റ് മുന്നേ എത്തിയാൽ പോലും തടഞ്ഞു നിർത്തുന്ന, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്ലിഫ് ഹൗസിന്റെ വഴി പോയപ്പോഴാണ് ഞങ്ങൾ തടഞ്ഞു നിർത്തുകയാണ്. അതിനകത്ത് മുഖ്യമന്ത്രി മഴയാണെങ്കിലും എല്ലാം തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന്. അങ്ങനെയുള്ള ഭരണാധികാരികൾ ഇത്തരം വാർത്തകൾ കേൾക്കണം എന്നാണ്. അതായത് അദ്ദേഹം അംഗരക്ഷരമായി മാളിൽ നടക്കുന്നത് തന്നെ വലിയ കാര്യം. അദ്ദേഹം ഇതിനു മുൻപും പലതരത്തിലും നമ്മളതിനെ വായിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും അദ്ദേഹത്തിന്റെ. പക്ഷേ ഇത് തീർച്ചയായിട്ടും കൈയടിക്കേണ്ട, ലോക മാതൃകയാക്കേണ്ട ഒരു പ്രവൃത്തി തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്ത. കുവൈത്തിൽ സുരക്ഷാ പരിശോധന ശക്തമായി തുടരുന്നു. നിരവധി പേർ അറസ്റ്റിൽ. കുവൈത്തിലെ ഖൈറാനിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ നിരവധി പേർ അറസ്റ്റിൽ. ഉപപ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിയമലംഘകരെ പിടികൂടുന്നതിനും ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായാണ് അൽ ഖൈറാനിൽ സുരക്ഷാ സേന ഫീൽഡ് ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിശോധനയിൽ 467 ഗതാഗത നിയമലംഘനങ്ങളും കണ്ടെത്തി. 20 വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു. മുൻകരുതൽ കാരണങ്ങൾ മൂലം 10 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. താമസ നിയമങ്ങൾ ലംഘിച്ചതിന് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഒരാളെയും പിടികൂടിയിട്ടുണ്ട്. യാത്രക്കാരുമായി പറന്ന ഇൻഡിഗോ വിമാനത്തിന് ബോംബ് ഭീഷണി. പുലർച്ചെ ഇമെയിൽ സന്ദേശം അടിയന്തരമായി വഴിതിരിച്ചുവിട്ടു. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിനാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. വ്യാജ ബോംബ് ഭീഷണിയെ തുടർന്ന് വിമാനം മുംബൈയിലേക്ക് വഴിതിരിച്ചുവിട്ടു. 1984 മദ്രാസ് വിമാനത്താവള ശൈലിയിലുള്ള സ്ഫോടനം നടത്തുമെന്നായിരുന്നു ഭീഷണി സന്ദേശം. ശനിയാഴ്ച പുലർച്ചെയാണ് ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർക്ക് വ്യാജ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഇൻഡിഗോ 68 ഹൈദരാബാദിൽ ഇറങ്ങുന്നത് തടയുക എന്ന തലക്കെട്ടോടെയാണ് വിമാനത്താവളത്തിലെ കസ്റ്റമർ സപ്പോർട്ട് ഇമെയിലിൽ രാവിലെ 5:25 സന്ദേശം ലഭിക്കുന്നത്. നവംബർ 1 ജിദ്ദയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് സർവീസ് നടത്തിയ ഇൻഡിഗോ 6E68 വിമാനത്തിനാണ് സുരക്ഷാ ഭീഷണി ഉണ്ടായതെന്ന് ഇൻഡിഗോ പ്രസ്താവനയിൽ അറിയിച്ചു. ഉടൻ തന്നെ വിമാനം മുംബൈയിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു. ഭീഷണി കണക്കിലെടുത്ത് വിമാനം ഏറ്റവും അടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിടാനും എയർ ട്രാഫിക് കൺട്രോൾ വഴി വിമാനത്തിന്റെ ക്യാപ്റ്റനെ വിവരമറിയിക്കാനും തീരുമാനിക്കുകയായിരുന്നു. എയർലൈൻസിന്റെ വിവരങ്ങൾ പ്രകാരം മുംബൈ വിമാനത്തിൽ ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ നടത്തി. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തിയതായി എയർലൈൻസ് അറിയിച്ചു. ഫ്ലൈറ്റ് റഡാർ 24 എന്ന ഏവിയേഷൻ ട്രാക്കർ പറയുന്നതനുസരിച്ച് രാവിലെ 9:10 ഹൈദരാബാദിൽ ലാൻഡിംഗ് ചെയ്യേണ്ടിയിരുന്ന വിമാനം ഭീഷണിയെ തുടർന്നാണ് മുംബൈയിലേക്ക് വഴിതിരിച്ചുവിട്ടത്. പരിശോധനകൾക്ക് ശേഷം വിമാനം പുറപ്പെടുകയും ഏകദേശം വൈകുന്നേരം 4 മണിയോടെ ഹൈദരാബാദിൽ എത്തുകയും ചെയ്തു. യാത്രക്കാർക്ക് ലഘുഭക്ഷണം നൽകിയും കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചും ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ ശ്രമിച്ചതായി എയർലൈൻസ് കൂട്ടിച്ചേർത്തു. തങ്ങളുടെ ഉപഭോക്താക്കളുടെയും ജീവനക്കാരുടെയും വിമാനത്തിന്റെയും സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്ന് എയർലൈൻസ് അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. UAE പ്രവാസി ഇന്ത്യക്കാർക്ക് ഇനി പാസ്പോർട്ട് മാത്രം. UAE പ്രവാസി ഇന്ത്യക്കാർക്ക് ഇനി മുതൽ പാസ്പോർട്ട് മാത്രമേ ലഭിക്കൂ എന്ന് ദുബായിലെ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ അറിയിച്ചു. പാസ്പോർട്ടിൽ പാസ്പോർട്ട് ഉടമയുടെ ഡിജിറ്റലൈസ് ചെയ്ത വിവരങ്ങൾ അടങ്ങിയ ഒരു ഇലക്ട്രോണിക് ചിപ്പ് ഉൾപ്പെടുത്തും. ഇത് ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലും സുരക്ഷിതമായും പൂർത്തിയാക്കാൻ സഹായിക്കുമെന്ന് ദുബായ് ഇന്ത്യൻ കൗൺസിലേറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോൺസൽ ജനറൽ സതീഷ് ശിവൻ വിശദീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 28 ഇന്ത്യൻ സർക്കാർ ആഗോളതലത്തിൽ പാസ്പോർട്ട് സംവിധാനം ആരംഭിച്ചത്. പുതിയ സംവിധാനം വഴി
അപേക്ഷകർക്ക് വിവരങ്ങൾ പൂരിപ്പിക്കാൻ 2 മിനിറ്റ് സമയം മാത്രം മതിയാകും. പഴയ പാസ്പോർട്ട് നമ്പർ നൽകുക, വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക, സമർപ്പിക്കുക എന്നതാണ് നടപടിക്രമമെന്ന് UAE ഇന്ത്യൻ എംബസി ചാർജ് അഫയേഴ്സ് അമർനാഥ് വ്യക്തമാക്കി. ഇനി മുതൽ പാസ്പോർട്ട് പുതുക്കുന്ന എല്ലാവരും പുതുക്കിയ GPSP 2.0 പ്ലാറ്റ്ഫോം വഴി മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. പാസ്പോർട്ട് പുതുക്കുന്നതിനായി അടുത്ത ദിവസങ്ങളിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തവർക്ക് ഇളവ് നൽകുമെന്ന് കൗൺസിൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞിട്ടുണ്ട്. സർവീസ് പ്രൊവൈഡർമാർ വഴി പാസ്പോർട്ട് പുതുക്കുന്നതിന് അപേക്ഷാ ഫോമുകൾ ഇതിനോടകം പൂരിപ്പിച്ചവർക്ക് നിലവിലെ അപേക്ഷയുമായി മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലിൽ വിവരങ്ങൾ പൂരിപ്പിക്കാനോ അവസരമുണ്ട്. നിലവിലെ അപേക്ഷയിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് പഴയ കടലാസ് പാസ്പോർട്ടും വിവരങ്ങൾ ഓൺലൈനിൽ വീണ്ടും പൂരിപ്പിക്കുന്നവർക്ക് ഈ പാസ്പോർട്ടും ലഭിക്കും. ജോലി നഷ്ടപ്പെട്ട ഭീതിയിൽ US-ലെ ഇന്ത്യക്കാർ. US-ലെ വിദഗ്ധ തൊഴിലാളികൾക്കിടയിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ടാണ് തൊഴിൽ പെർമിറ്റ്, എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റ് പുതുക്കുന്നതിനുള്ള നിയമങ്ങളിൽ US സർക്കാർ കാതലായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ സംവിധാനം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി നിർത്തലാക്കിയതോടെ ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യത വർദ്ധിച്ചു. നിയമ ഭേദഗതി ഒക്ടോബർ 30 പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞു. പുതിയ ഇന്ററിം ഫൈനൽ റൂൾ പ്രകാരം EAD പുതുക്കാൻ അപേക്ഷിക്കുന്നവർക്ക് അവരുടെ അപേക്ഷ അംഗീകരിക്കുന്നതുവരെ ജോലിയിൽ തുടരാൻ അനുവദിച്ചിരുന്ന ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ ആനുകൂല്യം ഇനി ലഭിക്കില്ല. മുൻപ് EAD പുതുക്കാനുള്ള അപേക്ഷ സമർപ്പിച്ചാൽ അത് തീർപ്പാക്കുന്നത് വരെ 540 ദിവസം വരെ ജോലിയിൽ തുടരാൻ തൊഴിലാളികളെ അനുവദിച്ചിരുന്നു. എന്നാൽ ഒക്ടോബർ 30 അതിനുശേഷമോ പുതുക്കാൻ അപേക്ഷിക്കുന്നവർക്ക് നിലവിലുള്ള EAD കാലാവധി തീരുന്നതിന് മുൻപ് പുതിയ പെർമിറ്റ് ലഭിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ ജോലി നിർത്തേണ്ടി വരും. അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ലഭിക്കാൻ വർഷങ്ങളായി കാത്തിരിക്കുന്നവരും H-1B വിസ ഉടമകളുടെ ആശ്രിതരായ H-4 വിസക്കാരും ഇവർക്ക് ജോലി ചെയ്യാൻ EAD ആവശ്യമാണ്. ഇവർ ഉൾപ്പെടെയുള്ള പ്രൊഫഷണലുകളെയാണ് ഈ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇന്ത്യൻ പൗരന്മാരാണ് US ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ കാലമായി കാത്തിരിക്കുന്നത്. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് EAD പുതുക്കാനുള്ള അപേക്ഷകൾ തീർപ്പാക്കാൻ 3 മാസം മുതൽ 1 വർഷം വരെ സമയം എടുക്കുന്നുണ്ട്. ഈ കാലതാമസം കാരണം നിരവധി തൊഴിലാളികൾക്ക് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട അവസ്ഥ വരും. ജോലി തടസ്സപ്പെടാതിരിക്കാൻ നിലവിലെ EAD കാലാവധി തീരുന്നതിന് 150 ദിവസം മുൻപ് തന്നെ പുതുക്കാനുള്ള അപേക്ഷകൾ സമർപ്പിക്കണമെന്നാണ് വിദേശ തൊഴിലാളികൾക്കുള്ള ഉപദേശം. പുതിയ നിയമം 2025 ഒക്ടോബർ 30 മുൻപ് ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ ലഭിച്ച EAD-കളെ ബാധിക്കില്ല. ചൊവ്വാഴ്ച പൊതു സ്വകാര്യ സ്കൂളിലെ എല്ലാ ക്ലാസുകളും ഓൺലൈൻ വഴി മാത്രമായിരിക്കും. ഖത്തറിലാണ് അറിയിപ്പുണ്ടാകുന്നത്, വ്യക്തമാക്കുകയാണ് അധികൃതർ ഇവിടെ. അതായത് നാളെ ഖത്തർ ആതിഥേയത്വം വഹിക്കുന്ന 2ാം ലോക സാമൂഹിക വികസന ഉച്ചകോടിയോടനുബന്ധിച്ച് നവംബർ 4 ചൊവ്വാഴ്ച രാജ്യത്തെ എല്ലാ പൊതു സ്വകാര്യ സ്കൂളുകളിലെ എല്ലാ ക്ലാസുകളും ഓൺലൈൻ വഴിയായിരിക്കും നടക്കുക എന്ന് ഖത്തർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സ്കൂളുകളിലെ അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും ഇത് ബാധകം ആയിരിക്കും. നിലവിലെ ഷെഡ്യൂളുകൾ പ്രകാരം ഓൺലൈൻ പഠന പ്ലാറ്റ്ഫോമുകൾ വഴിയായിരിക്കും ക്ലാസുകൾ നടക്കുക. നവംബർ 4 മുതൽ 6 വരെയാണ് ദോഹയിൽ 2ാം ലോക സാമൂഹിക വികസന ഉച്ചകോടി നടക്കുന്നത്. ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങൾ, UN ഏജൻസികൾ, സർവകലാശാലകൾ, സ്വകാര്യ മേഖല എന്നിവിടങ്ങളിൽ നിന്നുൾപ്പെടെ 8000-ലധികം പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് ഈ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായും അവധിയല്ല, പഠിപ്പ് മുടങ്ങുന്നില്ല, പകരം ഓൺലൈൻ വഴിയായിരിക്കും പഠിപ്പ് ഉണ്ടാകുക അല്ലെങ്കിൽ പഠനം ഉണ്ടാകുക. എന്തായാലും ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഖത്തർ അധികൃതർ. മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.